പി കെ ഭാസ്കരൻ അന്നൂർ പടിഞ്ഞാറേക്കരയിൽ ഉത്തമന്തിൽ കൃഷ്ണന്റെയും പി കെ സാവിത്രിയുടെയും 6 മക്കളിൽ മൂന്നാമത്തെ മകനായി 1963 ജനനം. സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഭാസ്കരേട്ടനെ ശാസ്ത്രീയമായി സംഗീത പഠനം നടത്താൻ സാധിച്ചിരുന്നില്ല. അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയുള്ളതായിരുന്നു. പാട്ടിനോടുള്ള അഭിനിവേശം കൊണ്ട് സിനിമാ ഗാനങ്ങൾ ഹൃദിസ്ഥമാക്കാൻ തുടങ്ങി. 150ഓളം ഗാനങ്ങൾ കാണാതെ പാടാൻ ഭാസ്കരേട്ടന് സാധിക്കും. ആദ്യകാലങ്ങളിൽ ബീഡി തൊഴിലാളിയായും ഓട്ടോ ഡ്രൈവറായും ജീവിതം മുന്നോട്ടു പോയി. ഇപ്പോൾ കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. പാട്ട് അന്നും ഇന്നും കൂടെയുണ്ട്. ഗാനരംഗത്ത് ഇനിയുമേറെ പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ അന്നൂരിന്റെ ഈ ഭാവഗായകനെ. കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമെൻ കേരളം. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമെൻ കേരളം. ഇന്നത്തെ അറിയാതിടങ്ങളിലൂടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആദിത്യ ബാറ്ററീസ്, അന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിന് വടക്കുവശം, കാർമേൽ റോഡ്. സോളാർ പാനൽ ഫിറ്റിംഗ്, വാഹന ബാറ്ററികൾ, ഇൻവെർട്ടർ ഫിറ്റിംഗ്, ഇൻവെർട്ടർ ബാറ്ററികൾ, വാട്ടർ പ്യൂരിഫയർ, CCTV എന്നിവയ്ക്ക് സമീപിക്കുക. അംഗീകൃത ഇലക്ട്രിക് പ്ലംബിംഗ് സേവനം ലഭ്യമാണ്. കോൺടാക്ട് നമ്പർ 9061301175. അറിയാതിടങ്ങളിലൂടെ ഇന്ന് നമ്മളോടൊപ്പം അന്നൂരിന്റെ ഭാവഗായകൻ പി കെ ഭാസ്കരേട്ടൻ. കലാപരമായി മുൻപന്തിയിൽ നിൽക്കുന്ന അന്നൂരിൽ ഒരുപാട് ഗായകന്മാരുണ്ട്. എന്നാൽ സംഗീതം പഠിക്കാതെ തന്നെ ഭാസ്കരേട്ടന് ഇത്രയും ഭംഗിയായി പാടാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഭാസ്കരേട്ടന്റെ ഉള്ളിലെ സംഗീതം എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? 1980 ഡിസ്കോ ഡാൻസർ പറഞ്ഞ ഒരു ഹിന്ദി മിഥുൻ ചക്രവർത്തി സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബീഡി തൊഴിലാളിയാണ്. അപ്പോൾ ആ സിനിമയിലത്തെ ഒരു ഏകദേശ പാട്ടെല്ലാം ഞാൻ ബൈഹാർട്ടാക്കിയിരുന്നു. അന്ന് റേഡിയോ വേണം, അപ്പോൾ ടേപ്പൊന്നും വന്നിട്ട് ഇറങ്ങിയില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എഴുതുന്ന പാട്ട് കേട്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടാൽ ഞാനാണ് റോഡ് സൈഡിലായാലും വീട്ടിൻ്റെ മുറ്റത്തായാലും ഞാനവിടെ നിൽക്കും. അപ്പോൾ അതെല്ലാം ബൈഹാർട്ടാക്കിയിട്ട് അന്നൂർ പട്ടമറക്കോവിലെ വായനശാലയിൽ ഞാനും CK ബാബു മരിച്ചു, ചെയർബാബു എന്ന് പറയും, അദ്ദേഹവും ഞാനായിട്ട് അവിടെ ഇപ്പോൾ സംസാരിക്കും. ഓൻ മോശമല്ലാത്ത ഒരു പാട്ട് തന്നെ. ഓരോ പറഞ്ഞ ഹിന്ദി പാട്ടൊന്നും പാടാൻ പാടാം, നീ മലയാളം പാട്ട് ചെയ്യുന്നൊരു പാട്ട് മാത്രം പാടിയാൽ മതി എന്നല്ല പറയും. ഞാൻ നീ പാടാതിരിക്കൽ നിനക്ക് അതാവുകൊണ്ട് നീ അത് ചെയ്തോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പഠിച്ചു. പിന്നെ എന്തായാലും നമ്മൾ കണിയാങ്കുണ്ടാണ് അന്നൂർ പടിഞ്ഞാറേക്കര. ആ സമയത്ത് അവിടെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യമോ ബുദ്ധി അങ്ങനെ ഒന്നുമില്ല, പരിപാടിയില്ല. അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ടാണ് പിന്നെ ഉത്സവ സ്ഥലത്തോ തെയ്യത്തിൻ്റെ സ്ഥലത്തോ എവിടെയായാലും നമ്മൾ ഒന്നിച്ചാൽ പോലും. അപ്പോൾ പുതിയ രവിയേട്ടൻ MRC പഠിക്കും, അദ്ദേഹം അങ്ങനെ കുറേ ആൾ, പിന്നെ ടി സുകുമാരേട്ടൻ, അയാൾ അനിയൻ രവിയേട്ടൻ, അപ്പോൾ അവരെല്ലാം കുറേ 20 ആളുകളുണ്ടോ, എൻ്റെ ഏട്ടൻ മുസോർ അല്ല വലിയ പെരുമാൻ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവർ നമുക്ക് കാര്യയിലൊരു ദശദിന ക്യാമ്പുണ്ട്, കോൺഗ്രസ് അതാണ്. എന്തായാലും നമുക്ക് ഈ ധാരണയൊന്നുമില്ല. അപ്പോൾ ആടെ പോയിട്ട് നമ്മൾ പിന്നെ പരിപാടി നടക്കുന്നു, പാട്ട്. അപ്പോൾ പാട്ട് എടുക്കുമ്പോൾ ഞാനിങ്ങനെ മുകളിലുണ്ടല്ലേ, ഇവർക്കെല്ലാം അറിയാം, എനിക്ക് തളബോധോ ആരോ ഒന്നുമില്ല. ഞാൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ബാക്കിലേക്ക് കൂടി വരുന്നു. അപ്പോൾ പുതിയ രവിയുടെ എന്നെ എടുത്തിട്ട് അതിന് ബാക്കിലേക്ക് കൂടി ഞാൻ എന്നിട്ട് ഡിസ്കോ ഡാൻസല്ലേ യാതാരഹ എന്നുള്ള പാട്ട് അത് വെച്ച് കയറി. അപ്പോൾ ആളെല്ലാം സപ്പോർട്ട് ചെയ്തു. പിന്നെ കുയിലിനെ തേടി പറഞ്ഞ സിനിമ ഉണ്ട്, അതിൻ്റെ ഒരു പാട്ട് രണ്ടാമത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി കവരമാകും പറഞ്ഞു, പാടിയേ പറ്റുമോ എന്നിട്ട് അതും കൂടി പാടി. അത് കഴിഞ്ഞിട്ട് അമ്മ എന്നോട് പറഞ്ഞു, ഇനി ഏടെ പരിപാടി ഉണ്ടെങ്കിൽ നിന്നെ കൂട്ടിയിട്ടേ പോകില്ല പറഞ്ഞു. അപ്പോൾ ആ 20 ആളിൽ ഞാൻ കുറച്ച്, ഞാൻ അഹങ്കാരം പറയുന്നില്ല, അത് അതുകൊണ്ട് അതല്ല എന്നെ എടുത്തുകൊണ്ടിരിക്കും. ഒരു രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്, മരിച്ചുപോയി, RC എന്ന് വിളിക്കല്. അയാൾ പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെ പറയുന്നത്. അയാൾ എന്നോട് പറഞ്ഞു, നീ ഓണത്തിന് ഇങ്ങോട്ട് വരണം. ഞാൻ
എല്ലാ ഓണത്തിനും വിളിക്കും, ഞാൻ എല്ലാ ഓണത്തിനും പോവുകയും ചെയ്യും. അവിടുന്ന് 1ാം സ്ഥാനം 2ാം സ്ഥാനം എന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് അല്ല ഞാൻ സമ്മാനത്തിന് കാര്യമില്ല പറയുന്നത്. എപ്പോൾ പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ അവർ സമ്മാനം മേടിക്കാൻ പിന്നെ എല്ലാ സുഹൃത്ത് അവിടെ വീടിപ്പഴിക്കെന്ന് പറഞ്ഞേ അവർ സാധനം പുറത്ത് ഈ ക്രോക്കറി സെൻറ്ററിൽ ഈ ചെറിയ പ്ലേറ്റ് മുതൽ അവരെന്നോട് ബാസ്ക്കറ്റ് നിന്നാ വേണ്ടത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അല്ല സമ്മാനം എനിക്കല്ലേ പിന്നെ നീ പറഞ്ഞത് നീ എന്നാ പറയുന്നത് അത് മേടിച്ചു തരാം. ഞാൻ നമസ്കാരം അങ്ങനെ വേണ്ട കേട്ടോ. അപ്പോൾ അവിടെ എപ്പം 10 ആളാണ്, എപ്പം ഞാനടക്കം 10 ആളാണ് മത്സരിക്കൽ. പിന്നെ 82, 83, 84, 85 വരെ ഞാൻ ദിനേശ് പിടിയിലുണ്ടായി. അവിടുന്ന് ഓട്ടോറിക്ഷ പഠിച്ചു. ഓട്ടോറിക്ഷ പഠിച്ചിട്ടാകുമ്പം ഞാൻ അന്നേരം ടേപ്പ് വന്നു. എന്നിട്ട് ഞാൻ പഠിക്കാനുള്ള ജനമില്ല. അവിടെ ഒരു ചാരുന്ന ടേപ്പാണ്. അവരുടെ ടേപ്പ് ഇല്ലു. ഞാൻ പറഞ്ഞു ഞാൻ കേസിട്ട് ഇട്ടിട്ട് ഇന്ന പാട്ടെല്ലാം ഇന്ന് ചെയ്തു തരുമോ, എന്ത് പണി ചെയ്തു. അപ്പോൾ അവനോട് നാടകഗാനങ്ങൾ 2-3 പിന്നെ സിനിമ പാട്ട് പഴയ ആ സമയത്തുള്ളത്, അതിന് പട്ട് 75 കാലഘട്ടത്തിലുള്ളത്. അതുപോലെ എനിക്ക് വൈകാട്ടാന്ന് എന്ന് വെച്ചാൽ ശോഭാട്ടാക്കി സുമംഗലിട്ടാഴ്ച അന്നേരം ഇല്ലു. അപ്പോൾ ആടത്ത് പാട്ട് ദിവസം കാട്ടിലാവുന്നല്ല. അപ്പോൾ 50 പൈസ കൊടുത്താൽ ഇത് കിട്ടും. 50 പൈസ 25 പേർക്ക് ഓർമ്മയില്ല. സിനിമക്ക് തന്നെ 25 കിട്ടും ശരി ഞായറും. അപ്പോൾ അതെല്ലാം ഞാൻ പാട്ട് ലൈൻസെല്ലാം വൈകാട്ടാക്കും. പിന്നെ അത് വീട്ടിൽ നിന്ന് ഇങ്ങനെ അതിൽ പോകുമ്പോൾ എല്ലാം ഈ പാട്ടിൻ്റെ ലൈൻസ് തന്നെ എൻ്റെ മനസ്സിലുണ്ടായി. വേറെ ഒന്നും ചിന്തയൊന്നുമില്ല, ഒരേ ഇതന്നെ. അങ്ങനെ ഒരുപാട് കുറെ കാലമല്ല, കുറച്ച് കാലമൊക്കെ ആയിട്ട് തോന്നി. അപ്പം ഞാൻ ഒരാളത്തെ സംഗീതം പഠിക്കും. പിന്നെ ഒരാളെ പറഞ്ഞിട്ട് കഴിയുന്നുണ്ട് ഒരാൾ. അയാൾ എന്നോടൊന്നും ഇങ്ങനെ സംഗീതം പഠിക്കുന്ന മാഷുണ്ട് ആസ്പത്രിക്കാണ്. അപ്പം അയാൾ ഉദ്ദേശിക്കുന്ന അയാൾ ഇത്ര നല്ല ജീവിച്ചിട്ടില്ല. അയാൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ പൈസ മേടിക്കാമെന്ന് മാത്രം. അപ്പോൾ ഞാൻ വരും കൂടി ഞായറാഴ്ച രാവിലെ പോയി അയാൾ ഒരു 150 രൂപ ഉദ്ദേശിക്കുന്ന വെക്കണം പറഞ്ഞു. അടക്കി വെറ്റിയും വന്നു. ഞാൻ ഇവരും കൂടി 150, ഞാൻ വെറ്റി കൊണ്ട് 150 അടക്കി വെറ്റില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഓരോ വീട്ടിൽ വെറ്റി ഇറക്കി. അതെല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുത്ത് അയാൾ ഒരു 10 മിനിറ്റിൽ സാപ്പാസ അതെല്ലാം നമുക്ക് അറിയുന്നത് തന്നെയാണ്. പക്ഷേ അത് 10 കാര്യമില്ല. അയാൾ ചെയ്യുമ്പോൾ പറയുമ്പോൾ അതനുസരിച്ച് പറ്റൂ. 10 മിനിറ്റ് കഴിഞ്ഞാൽ ആളുകളെ കാണുന്നില്ല. ഇയാൾ വിട്ടിട്ടു. അത് ഞാൻ പറഞ്ഞു അയാളെടുത്തു. അയാളൊരാൾ വിളിച്ചിട്ട് അയാൾ പോയിരുന്നു. അടുത്ത ഞായറാഴ്ച വന്നു. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ഇയാൾ അഡ്രസ്സ് ഇല്ല. പിന്നെ അടുത്ത ഞായറാഴ്ച ഇയാൾ അഡ്രസ്സ് ഇല്ല. ഇത് മാസത്തേക്ക് 100 രൂപ 150 രൂപ മാസത്തേക്ക് പറഞ്ഞേ. അഡ്വാൻസ് ഇത് കൊടുത്തത് വരെ 150 കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിനി. പിന്നെ ഇയാൾ ഇല്ല. പിന്നെ പെണ്ണുങ്ങൾ പറഞ്ഞു പിന്നെ നിങ്ങൾ പോയിക്കോ അതിന് തരണമെന്നില്ല. ആ ഒരാഴ്ചയല്ല, ഒരു 10 മിനിറ്റിൻ്റെ കാപ്പാസ അത് മാത്രം. അമ്മേ അമ്മേ അവിടുത്തെ മുമ്പിൽ ഞാനാര്, ദൈവമാര്. അമ്മേ അമ്മേ അവിടുത്തെ മുമ്പിൽ ഞാനാര്, ദൈവമാര്. എത്രത്തോളം പാട്ടുകൾ കാണാതെ പാടാനറിയും? 100-ൽ മേലെ പാട്ട് വൈകാട്ടം. അത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ, പിന്നെ സുമംഗലിട്ടോ എൻ്റെ ടാക്കീസിൻ്റെ കയ്യിൽ മറ്റേ 50 പൈസ കൊടുത്താൽ ഇത് കിട്ടുന്നു. അപ്പോൾ അന്നേരം ഞാൻ വൈകാട്ടാക്കും. പിന്നെ ബൈക്കുന്നതും ഞാൻ ഉദ്ദേശിക്കുന്ന പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അത് വൈകാട്ടാക്കും. ഇപ്പം ബാക്കിയുള്ളവരൊക്കെ പാടുമ്പോൾ ഫോൺ നോക്കിയും അങ്ങനെയെല്ലാം പാടുന്നത്. ഭാസ്കരേട്ടൻ പാടുമ്പോൾ ഇതൊന്നുമില്ല, വൈകാട്ടാക്കിയിട്ടാണ് ഈ പാട്ടുകളൊക്കെ പാടുന്നത്. അതെങ്ങനെയാണ്? അതെങ്ങനെ പറഞ്ഞാൽ എനിക്ക് ലൈൻസ് നോക്കിയിട്ട് പാടുന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാം മൊത്തം തെറ്റും. മറ്റു ബൈക്കാട്ടാക്കിയിട്ട് വരുന്നതാണെങ്കിൽ എനിക്ക് അതിൻ്റെ മ്യൂസിക് എവിടെയാണ് തുടങ്ങേണ്ടത് എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് കൃത്യം അറിയും. അതെല്ലാം മുമ്പേ 70 മുതലേ തലയിൽ കയറ്റി വെച്ചതാണ്. ഇപ്പോൾ 2024 ഇത്രയും കൊല്ലം ഞാൻ തലയിൽ കയറ്റി വെച്ചിട്ട് എനിക്ക് ഇപ്പം മറന്നില്ല, മറക്കുകയും ചെയ്യില്ല. പക്ഷേ പുതിയ പാട്ടോട് നമുക്ക് താല്പര്യമില്ല, ഞാൻ പാടുന്നില്ല. ഏറ്റവും കൂടുതൽ ഏത് ഗായകന്മാരുടെ പാട്ടാണ് ഭാസ്കരേട്ടൻ പാടുന്നത്? പി ചെയ്യുന്നുണ്ട്, പിന്നെ ബ്രഹ്മാനന്ദൻ, യേശുദാസിൻ്റെ പാടലുണ്ട്. അപ്പോൾ എന്നോട് ഞാനൊരു പരിപാടിക്ക് പങ്കെടുത്ത സമയത്ത് എൻ്റെ കുറച്ച് കൂട്ടുകാർ ബാല്യക്കാർ പിള്ളേർ എന്നോട് പറഞ്ഞു, ഭാസ്കരേട്ടാ നിങ്ങൾ പിന്നെ യേശുദാസിൻ്റെ പാട്ട് പാടണ്ട, ജയദേവൻ മാഷ പാട്ട് മാത്രം പാടി, നിങ്ങൾ സൗണ്ട്. ഇപ്പം ഭാസ്കരേട്ടന് ഏതെങ്കിലും പാടാൻ അവസരം കിട്ടിയിട്ടുണ്ടോ, ഏതെങ്കിലും ട്രൂപ്പിലോ അങ്ങനെ എന്തിട്ട്? ഞാൻ കരിമുള്ള റസാഖിൻ്റെ ട്രൂപ്പിൽ പോയിട്ടുണ്ട്. പൂവണി പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും
പുന്നെല്ലിൻ പാടത്തിലൂടെ പൂവണി പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരു പുന്നെല്ലിൻ പാടത്തിലൂടെ മാവേലി വന്നെന്റെ മാണിക്യത്തേരുവർ മാനസപ്പൂക്കളങ്ങളാടും ആടും. പഴയ സിനിമാ ഗാനങ്ങളോടാണല്ലോ ഭാസ്കരേട്ടന് കൂടുതൽ ഇഷ്ടം, അതെന്തുകൊണ്ടാണ്? പഴയ ഗാനങ്ങളാണ് അർത്ഥവത്തായ പിന്നെ ശരിക്കും എല്ലാ ലൈൻസും അർത്ഥവത്തായതാണ്. ഇപ്പോഴത്തത് എനിക്ക് അങ്ങനെ താല്പര്യമില്ല. അതെന്തെല്ലാം പിന്നെ എനിക്ക് ബ്രാൻഡി കട്ടുപിടിച്ചു മറ്റേ അത് കട്ടുപിടിച്ചു അങ്ങനത്തെ ഒന്നും പാട്ട് നമുക്ക് ഇഷ്ടമല്ല. ഇപ്പം ഭാസ്കരേട്ടന് ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ്? പി ജയേന്ദ്രൻ. ഭാസ്കരേട്ടൻ്റെ തൊഴിലിനെ പറ്റി നമുക്കൊന്ന് പറഞ്ഞു. അദ്ദേഹം അതേ കാലത്ത് ഞാൻ പഠിച്ചത് പിന്നെ 6ാം ക്ലാസ് പാസ്സായി 7ാം ക്ലാസ് എത്തിയതിൽ ഒരു മാസം 7ാം ക്ലാസ് പോയിട്ടു. അത് പിന്നെ നമ്മളെ കാര്യത്തിന് കൊണ്ട് പുസ്തകമില്ല, കൊടുക്കാനുമില്ല, ഭക്ഷണമില്ല, അതുകൊണ്ട് അങ്ങനെ എത്തിപ്പെട്ടതാണ്. പിന്നെ അത് മതിയാക്കി വീടി കെട്ടാൻ പോയി. വീടിൻ്റെ പിന്നെ മാരാറ് പൊപ്പൻ മുന്ന് വേലാതേട്ടൻ്റെ അരിയും അങ്ങനെ മരിച്ചുപോയി, രണ്ടാളും മരിച്ചുപോയി. അവിടെ പോയി അങ്ങനെ തിരക്കാൻ പഠിച്ചു. പിന്നെ അവിടുന്ന് പിന്നെ ദിനേശിൽ അപേക്ഷ കൊടുത്തു. ദിനേശിൽ അങ്ങനെ ഇൻ്റർവ്യൂ കിട്ടും. ദിനേശ് അതിന് കിട്ടി. ദിനേശ് കൂടി പണിയെടുത്ത സമയത്ത് തന്നെ ഓട്ടോറിക്ഷ പഠിച്ചിരുന്നു. പിന്നെ അങ്ങനെ ഓട്ടോറിക്ഷ എടുത്തു. അന്ന് ഒരുപാട് 35 കൊല്ലത്തോളം ഓട്ടോറിക്ഷ തന്നെ. ഇപ്പം കാര്യമായിട്ട് ചെയ്യുന്നതെങ്കിൽ കാറ്ററിങ്, അത്യാവശ്യം മത്സ്യം പിടിക്കാൻ പോലുണ്ട്. ഇപ്പം ഭാസ്കരേട്ടന് പാടാനുള്ള കഴിവ് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടാണ് തോന്നിയിട്ടുണ്ട്? പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പം ഒരു സ്റ്റേജിൽ പറഞ്ഞു വെച്ചാൽ അന്നേരം ഞാൻ ഒഴിവാറുണ്ട് എനിക്ക്. കാരണം സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പാട്ട് നന്നായിട്ട് പാടണം. നല്ല ആൾക്കാർ പിന്നെ നാട്ടുകാരെല്ലാം കേൾക്കുന്നത് നമ്മൾ നാട്ടുകാരുമായിരിക്കും. മറ്റുന്നത് നമ്മളെ കൊണ്ട് ഓനെന്തായാലും ഒന്ന് ചെറുങ്ങനെ നന്നായിട്ട് പാടും നല്ലൊരു ബോധം ഇരിക്കുന്നവർക്കുണ്ടാവും. അപ്പം ഞാനത് കയറിയിട്ട് ഇവിടെ ആക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടെല്ലാം ആ ഒരു ഇത് എല്ലാം പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഞാൻ പോകില്ല. ഇപ്പം ഏതെങ്കിലും സ്റ്റേജിൽ പാടി ഇറങ്ങിയ ഭാസ്കരേട്ടനോട് ആരെങ്കിലും നല്ല പാട്ടായി ഇനിയും പാടണം അങ്ങനെ എന്തെങ്കിലും? ഇതുവരെ അതേ പറഞ്ഞിട്ടു. ഇതുവരെ നീ മോശമാണെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ പാടാനുള്ള പ്രചോദനം. അതാണ് അത് സത്യമാണ്. ഒരു 140ഓളം പാട്ടുകൾ വൈകാട്ടുണ്ട്. ഈ ഇത്രയും പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അങ്ങനെ വെച്ചാൽ യേശുദാസിൻ്റെയും ജയചന്ദ്രൻ്റെയും ബ്രഹ്മാനന്ദൻ്റെയും പിന്നെ എന്താ പറയേണ്ട വേണുഗോപാലിൻ്റെയും ശ്രീപാട് എല്ലാവരും പാട്ടും അങ്ങനെ ആദ്യം ഏതായാലും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമുക്ക് പാടിത്തരും. ദുഃഖമേ പുലർക്കാലവന്ദനം ദുഃഖമേ നിനക്ക് പുലർക്കാലവന്ദനം കാലമേ നിനക്കഭിനന്ദനം എന്റെ രാജ്യം കീഴടങ്ങി എന്റെ ദൈവത്തെ ഞാൻ വണങ്ങി ദുഃഖമേ ദുഃഖമേ. ഇപ്പം നമ്മൾ ഈ അറിയാതിടുന്നില്ല പരിപാടി ഇത്രയും നേരം ഭാസ്കരേട്ടൻ്റെ സമയം പങ്കുവെച്ചിട്ട് ഒരുപാട് നമസ്കാരം. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. വെള്ളപൂശിയ ശവക്കല്ലറയിലെ വെളിച്ചപ്പാടുകളെ നിങ്ങൾ അമ്പലങ്ങൾ തീർത്തു, ആശ്രമങ്ങൾ തീർത്തു, 1000 പൊയ്മുഖങ്ങൾ തീർത്തു, ഈശ്വരനായിരം പൊയ്മുഖങ്ങൾ തീർത്തു. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല.